നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ അഴിച്ചുപണിയിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ കടുത്ത ആശങ്കയിലാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങളെ ഒക്കെയും ഭയപ്പെടുത്തിയും അടിച്ചമർത്തിയും ഓടിച്ചുവിട്ടും വൻ സൈനിക സാമ്പത്തിക ശക്തിയായി വളരാനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണോ രാജ്യത്തുടനീളം നടപ്പിലാക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യങ്ങളെല്ലാം. അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള ഫെഡറൽ ഏജൻസികളുടെ നീക്കത്തിനെതിരായ പ്രതിഷേധത്തിൽ പുകയുകയാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലീസ് നഗരം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള ട്രംപ് സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ലോസ് ആഞ്ചലീസ് നഗരത്തിൽ ലാറ്റിൻ അമേരിക്കൻ വംശജർ പാർക്കുന്ന ഭാഗങ്ങളിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി റെയ്ഡുകൾ നടത്തിയത്. ഇതിൽ 44 പേരെ അറസ്റ്റ് ചെയ്തതായാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി അധികൃതർ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ LAയിൽ ആകെ ജനസംഖ്യയുടെ 1/3 കുടിയേറ്റക്കാരാണെന്നാണ് കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നതും ഈ നഗരത്തെയാണ്. കഴിഞ്ഞ മാസം 239 അനധികൃത കുടിയേറ്റക്കാരെ നഗരത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായവരുടെ എണ്ണം കുറഞ്ഞു പോയെന്ന ട്രംപിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് ICE നടപടികൾ കർശനമാക്കിയത്. ഒരു ദിവസം ചുരുങ്ങിയത് 3000 പേരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നാണ് സർക്കാർ ICEക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ്. ഇതിനായി നഗരപ്രദേശങ്ങളിൽ നിരന്തരം എന്നോണം റെയ്ഡുകൾ നടത്തിയതാണ് കലാപത്തിന് തിരികൊളുത്തിയത്. സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായ നാഷണൽ ഗാർഡിന്റെ 2000-ഓളം വരുന്ന സംഘത്തെ നഗരത്തിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വേണ്ടിവന്നാൽ സൈന്യത്തിലെ ഉന്നത വിഭാഗമായ മറീനുകളെ കൂടെ വിന്യസിക്കാനാണ് ട്രംപിന്റെ നീക്കമെന്നും വാർത്തകളുണ്ട്. ശനിയാഴ്ച LAയിലെ പാരാമൗണ്ടിൽ സംഘടിപ്പിച്ച കുടിയേറ്റക്കാരുടെ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. കേൾക്കുമ്പോൾ ഒരു സ്വാഭാവിക നടപടിയായി ഇത് തോന്നാമെങ്കിലും സ്വന്തം മണ്ണിൽ അമേരിക്ക സൈന്യത്തെ ഇറക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായൊരു സംഭവമാണ്. പ്രസിഡന്റിന് ഇതിനുള്ള അധികാരമുണ്ട് എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങളോടെ മാത്രമേ ഇത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭരണകൂടം നടപടികൾ കടുപ്പിക്കുമ്പോഴും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് പ്രക്ഷോഭകാരികൾ. ലോസ് ആഞ്ചലീസ് പോലെ അമേരിക്കയുടെ അഭിമാന സ്തംഭമായ വൻ നഗരത്തിൽ സൈന്യമിറങ്ങുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്താനുള്ള ട്രംപ് സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധം. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നായിരുന്നു പ്രക്ഷോഭകാരികളുടെ ആവശ്യം. വാഹനങ്ങൾക്ക് തീയിട്ടും ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചുമൊക്കെ പ്രതിഷേധം ആളിക്കത്തിയിരുന്നു. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ തടയാനായുള്ള പ്രതിഷേധമായിരുന്നു സംഘർഷത്തിലേക്ക് പോയത്. ഉദ്യോഗസ്ഥരെ 1000-ഓളം വരുന്ന പ്രതിഷേധക്കാർ വളയുകയായിരുന്നു എന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സംഭവത്തിൽ ലോസ് ആഞ്ചലീസ് പോലീസ് ഇടപെടാൻ വൈകിയെന്നും ആരോപണമുണ്ട്. ഇതിനെ തുടർന്നാണ് ട്രംപ് വിഷയത്തിൽ നേരിട്ടിടപെട്ടത്. സംസ്ഥാന പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കടുത്ത എതിർപ്പിനെ മറികടന്നാണ് ട്രംപ് നഗരത്തിൽ നാഷണൽ ഗാർഡിനെ ഇറക്കിയിരിക്കുന്നത്. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിനും ലോസ് ആഞ്ചലീസിലെ മേയർ കാരൻ ബാസിനും അവരുടെ ജോലികൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഫെഡറൽ ഗവൺമെന്റ് ചെയ്യാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ നാഷണൽ ഗാർഡിനെ ഇറക്കാനുള്ള തീരുമാനത്തെ വിമർശിച്ച ഗവർണർ ഗാവിൻ ന്യൂസോം കലാപം ആളിക്കത്തിക്കാൻ ട്രംപ് മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്നും ആരോപിച്ചു. പ്രാദേശിക പോലീസിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന പ്രശ്നങ്ങളെ നഗരത്തിലുള്ളൂ എന്ന് ഗവർണറും മേയറും കാലിഫോർണിയ കോൺഗ്രസ് പ്രതിനിധിയും വ്യക്തമാക്കിയിരുന്നു. നാഷണൽ ഗാർഡ് വിന്യാസത്തിന് അംഗീകാരം നൽകുന്ന പ്രസിഡൻഷ്യൽ മെമ്മോറാണ്ടത്തിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പിട്ടതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കിയിരുന്നു. അനിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ നാഷണൽ ഗാർഡിനെ ഇറക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ഫെഡറൽ നിയമം ഉപയോഗിച്ചാണ് ട്രംപിന്റെ പുതിയ നീക്കം. അമേരിക്കയുടെ ചരിത്രത്തിൽ അപൂർവമായ സാഹചര്യങ്ങൾ മാത്രമേ പ്രസിഡന്റുമാർ ഈ നിയമം ഉപയോഗിച്ചിട്ടുള്ളൂ. സാധാരണഗതിയിൽ സംസ്ഥാന ഗവർണർമാർ അഭ്യർത്ഥിക്കുമ്പോഴാണ് പ്രസിഡന്റ് ഒരു സംസ്ഥാനത്തേക്ക് നാഷണൽ ഗാർഡിനെ അയക്കാറുള്ളത്. ഈ സാഹചര്യങ്ങളിൽ
സംസ്ഥാന ഭരണകൂടത്തോടും ഫെഡറൽ സർക്കാരിനോടും വിധേയമായിട്ടാണ് നാഷണൽ ഗാർഡ് പ്രവർത്തിക്കുക. എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത എതിർപ്പ് മറികടന്നാണ് ട്രംപിന്റെ പുതിയ നീക്കം. 1965 ശേഷം ആദ്യമായാണ് സംസ്ഥാന ഗവർണറുടെ അഭ്യർത്ഥനയില്ലാതെ പ്രസിഡന്റ് നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നത്. അമേരിക്കൻ കോഡ് ഓഫ് ആംഡ് സർവീസ് പ്രകാരം 3 സാഹചര്യങ്ങളിലാണ് പ്രസിഡന്റിന് നാഷണൽ ഗാർഡിനെ ഫെഡറലൈസ് ചെയ്യാൻ സാധിക്കുക. അമേരിക്കയ്ക്ക് നേരെ മറ്റൊരു രാജ്യം ആക്രമണം നടത്തുകയോ ഭീഷണി ഉണ്ടാവുകയോ ചെയ്യുക, സർക്കാരിനെതിരെ കലാപമോ കലാപശ്രമമോ ഉണ്ടാവുക, സാധാരണ സേനയെ ഉപയോഗിച്ച് നിയമങ്ങൾ നടപ്പിലാക്കാൻ പ്രസിഡന്റിന് സാധിക്കാതെ വരിക എന്നീ സാഹചര്യങ്ങളാണ് ഇവ. ലോസ് ആഞ്ചലീസിലെ പ്രക്ഷോഭം സർക്കാരിനെതിരായ കലാപമായി മാറിയിരിക്കുകയാണ് എന്നാണ് ഗാർഡിനെ ഇറക്കാനുള്ള ഉത്തരവിൽ ട്രംപ് പറയുന്നത്. ഫെഡറൽ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കലാണ് ഇവിടെ നാഷണൽ ഗാർഡിന്റെ ഉത്തരവാദിത്വമെന്നും അതിനപ്പുറത്തേക്ക് നാഷണൽ ഗാർഡ് നേരിട്ട് കുടിയേറ്റ പരിശോധനകൾ നടത്തുകയോ ക്രമസമാധാന പാലനത്തിൽ ഇടപെടുകയോ ചെയ്യില്ല എന്നും സർക്കാർ വ്യക്തമാക്കുന്നു.